64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ 4ാം ദിവസം അവസാനിക്കുമ്പോൾ കണ്ണൂർ ജില്ല തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 935 പോയിന്റുകളുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തന്നെയുണ്ട്. തൊട്ട് താഴെ 930 പോയിന്റുമായി തൃശ്ശൂർ ജില്ലയും 927 പോയിന്റുമായി പാലക്കാട് ജില്ലയുമുണ്ട്. തൃശ്ശൂരിൻ്റെ മണ്ണിൽ, അതായത് ശക്തൻ്റെ മണ്ണിൽ കലോത്സവം നടക്കുമ്പോൾ തൃശ്ശൂരിന് കപ്പടിക്കാൻ പറ്റുമോ എന്നുള്ളത് വെറും 5 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് അവർ നിൽക്കുന്നത്. എല്ലാം നാളെ നമുക്ക് കണ്ടറിയാം. ഇപ്പം നിലവിൽ 935 പോയിന്റ് ആയിട്ട് കണ്ണൂരാണ് മുന്നിൽ. കണ്ണൂർ തന്നെ ജയിക്കുന്നതാണോ തോന്നുന്നത്? അത് തൊട്ട് പിന്നാലെയുള്ള തൃശ്ശൂർ ജയിക്കുമോ? തൃശ്ശൂർ ജയിക്കണം. തൃശ്ശൂർ ജയിക്കണം. 5 പോയിന്റിന്റെ വ്യത്യാസത്തിലേ ഉള്ളൂ. പക്ഷെ തൃശ്ശൂർ ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തൃശ്ശൂർ ജയിക്കും. തൃശ്ശൂർക്കാരാണല്ലേ? തൃശ്ശൂർ ജയിക്കും. ചോദ്യമേ പ്രസക്തമല്ല. തൃശ്ശൂരിന് വേണ്ടുന്ന തൃശ്ശൂരിന്റെ കപ്പും കൊണ്ട് തീർച്ചയായും ഉറപ്പായിട്ടും പോയിന്റ് നിലയൊക്കെ നാളേക്ക് മാറി മറിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും തൃശ്ശൂരിന്റെ തന്നെ കപ്പ്. ആയിട്ടൊന്ന് പറഞ്ഞേ. തൃശ്ശൂരിന്റെ തൃശ്ശൂര്. അതെന്താ? തൃശ്ശൂരാരാണ്? അയാള് തൃശ്ശൂർക്കാരാണ്. അത് കാരണം തൃശ്ശൂരിന്റെ കപ്പ് എടുക്കണം. 5 പോയിന്റിന്റെ വ്യത്യാസമൊക്കെ നാളെ സിമ്പിൾ ആയിട്ട് മറികടക്കും. കോൺഫിഡന്റ് ആണ്. കലയുടെ നാടല്ലേ ഇത്? തൃശ്ശൂര് കലയുടെ നാടാണ്. അത് കാരണം തൃശ്ശൂരിൽ നിന്ന് കപ്പ് കൈവിട്ട് പോകൂല. ഉറപ്പ് തൃശ്ശൂരിന് കിട്ടും. തൃശ്ശൂർ തന്നെ ജയിക്കുള്ളൂ. ഞാൻ കണ്ണൂർക്കാരിയാണ്. അത് കാരണം കണ്ണൂർ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ണൂർ എന്തായാലും വിട്ടുകൊടുക്കൂല എന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. കണ്ണൂർ തന്നെ ജയിക്കും. എന്തായാലും കീഴടങ്ങും. കപ്പ് കണ്ണൂരേക്ക് തന്നെ ഉറപ്പിച്ചു. ഒബ്വിയസ്ലി ഞാൻ തൃശ്ശൂർകാരിയാണ്. അപ്പൊ തൃശ്ശൂർ തന്നെ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കണ്ണൂരല്ലേ മുന്നിൽ. അപ്പൊ കണ്ണൂർ വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? കണ്ണൂർ കൊടുക്കാതിരിക്കല്ല വിഷയം. തൃശ്ശൂരിന് എങ്ങനെയെങ്കിലും ഇനി ഒരു ദിവസം കപ്പ് കൊണ്ട് പോകണം എന്നാണ് ആഗ്രഹം. കിട്ടോ കിട്ടില്ല അത് വേറെ കാര്യം. എന്തായാലും ഞങ്ങൾ അതിനുവേണ്ടി പരമാവധി ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ തൃശ്ശൂർ തൂക്കും. തൃശ്ശൂർ തൂക്കല്ലേ? തൂക്കുന്നു പ്രതീക്ഷിക്കുക. അറിയില്ല. അങ്ങനെ തന്നെ തൃശ്ശൂരിന് മതി കപ്പ്. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു തൃശ്ശൂർക്ക് തന്നെ വരണം. സെക്കൻഡ് തൃശ്ശൂരാണല്ലോ നിൽക്കുന്നത്. അപ്പൊ തൃശ്ശൂർക്കാരാണ് തൃശ്ശൂർക്കാരായിട്ടല്ലേ എപ്പോഴും ഒരു മുൻതൂക്കം ഇപ്പൊ പറയുന്നുണ്ടല്ലോ. സെക്കൻഡില് നോക്കിയത് ഉണ്ട്. അത് ഫസ്റ്റ് ആവാം വളരെ സാധ്യതയുണ്ട്. തൃശ്ശൂർക്കാരെന്നുള്ള നിലയ്ക്ക് തൃശ്ശൂർ കിട്ടുന്നതാണ്. പക്ഷേ കഴിവുള്ള ഒരു സ്റ്റേറ്റിന് കിട്ടണം എന്തായാലും. അല്ല, ഡിസ്ട്രിക്ട് കിട്ടണം എന്തായാലും. നമ്മുടെ ആൾക്കാരനല്ലേ കലോത്സവം ഞങ്ങൾ എടുത്തു. ഈ കലോത്സവം ഞങ്ങൾ എടുത്തു. അപ്പോൾ ഈ കപ്പും ഞങ്ങൾ എടുക്കും. തൃശ്ശൂർ എടുക്കും. അറിയാം. കണ്ണൂരായിരിക്കും. 935 പോയിന്റ് ആയിട്ട് കണ്ണൂരാണ് മുന്നിലുള്ളത്. 930 പോയിന്റ് ആയിട്ട് തൃശ്ശൂർ തൊട്ട് ബാക്കിലുണ്ട്. അപ്പൊ ഏത് ജയിക്കാൻ ആഗ്രഹിക്കുന്നേ? കണ്ണൂര്. ഞാൻ മലപ്പുറംകാരിയാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ബട്ട് കണ്ണൂരാണ് തോന്നുന്നു. ഓക്കെ, കണ്ണൂർ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. 2 ജില്ലയും ഒരുപോലെ തന്നെ. ഞങ്ങൾ എന്തായാലും തൃശ്ശൂർക്കാരാ. അപ്പൊ ഞങ്ങൾ എന്തായാലും തൃശ്ശൂരിനെ സപ്പോർട്ട് ചെയ്തിട്ടേ പറയൂ. കണ്ണൂരാണ് കുറച്ച് മുന്നിൽ. കണ്ണൂരാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. അതൊക്കെ നാളത്തേക്ക് മാറും. നാളത്തേക്ക് കണ്ണൂര് വേണ്ട, തൃശ്ശൂർ ജയിക്കണം. അല്ല, ഞങ്ങൾക്ക് എന്തായാലും തൃശ്ശൂര്. എന്തൊന്ന് തൃശ്ശൂർക്കാരല്ലോ. തൃശ്ശൂര് ഡെഫിനറ്റ്ലി തൃശ്ശൂർ. തൃശ്ശൂര് കപ്പെടുക്കും. അല്ല, ലാസ്റ്റ് ഇയർ അങ്ങനെയല്ലായിരുന്നേ. ഈ വർഷം ഞങ്ങളത് തന്നെ പിന്തുടരും. കണ്ണൂരാണ് സാധ്യതയുള്ളത്. കണ്ണൂർ ജയിക്കണം, അതാണ് ആഗ്രഹം. എന്തായാലും ജയിക്കുന്ന ഉറപ്പാണോ? സാധ്യത ഉണ്ട്. അങ്ങനെ സാധ്യതയുണ്ട്. കണ്ണൂർ ജയിച്ച സന്തോഷം. ഓക്കെ.